അങ്ങനാണെങ്കില് അല്ല, ഇതാര് രാധക്കുഞ്ഞോ? ഇങ്ങോട്ടുള്ള വഴി മറന്നില്ല അല്ലേ? ആ ചോദ്യം എനിക്ക് അങ്ങോട്ടും ആവാമല്ലോ. ചേട്ടൻ മരിച്ച ദിവസം വന്ന് മടങ്ങിയവരല്ലേ നിങ്ങൾ 3 പേരും? കുഞ്ഞാത് ഇവിടുത്തെ തിരക്കിനിടയില് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ ഞാൻ വന്നത് മരിച്ചുപോയ സുബ്രഹ്മണ്യർക്കെതിരെയുള്ള കേസിൽ ആരോ റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. അവരുടെ ഒരു വക്കീൽ നോട്ടീസ് എനിക്ക് കിട്ടി. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നും ചെയ്യണ്ട, ആ കാര്യം തന്നെയാ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാരിസ്റ്റർ മേനോൻ കുരുക്കിയിട്ടുള്ള ഒരുത്തരും ഒരു കേസിൽ നിന്നും ഊരിപ്പോന്ന ചരിത്രമേ ഇല്ല. രാധ പരിഭ്രമിക്കാതിരിക്കെ, വേണ്ടത് മേനോൻ നോക്കിക്കൊള്ളും. എന്താണോ എനിക്കുള്ള കാര്യം? മിസ്റ്റർ ചാക്കോ, അലരി വിളിച്ച് ഭയപ്പെടുത്താൻ നോക്കണ്ട. എനിക്ക് ചിലത് പറയാനുണ്ട്, അത് പറഞ്ഞേ പോവും. നീ പറഞ്ഞേ പോവല്ലേ? ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് ഞാൻ. എന്റെ ശിക്ഷ കോടതി വിധിച്ചോട്ടെ. ആ ജോലി നിങ്ങൾ ഏറ്റെടുത്താൽ തിരിച്ചെനിക്കും ചിലത് ചെയ്യേണ്ടി വരും. എന്നാ പറഞ്ഞേ? ഇന്നലത്തെ പോലെ എനിക്കെതിരെ വാടക ഗുണ്ടകളെ അയക്കരുതെന്ന്. അയച്ചാൽ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എനിക്കൊരു പുല്ലും വരില്ല. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. കട്ടും ചതിച്ചും പലരെയും ആപ്പെടുത്തിയും സമ്പാദിച്ചു കൂട്ടിയിട്ടില്ലേ കുറെ? അത് അനുഭവിക്കാൻ നിങ്ങളിൽ ഓർത്തനെയും ഞാൻ അനുവദിക്കില്ല. ശവം വീഴ്ത്തിയെ ഞാൻ മടങ്ങും. സൂക്ഷിച്ചു. ആരുടെ ശവ വീഴാൻ പോകുന്നതെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. അങ്കിൾ എന്ത് വിട്ടിട്ടാണ് ഈ പറയുന്നത്? ദേഷ്യത്തിന് വല്ലതും ചെയ്ത് അവൻ ചത്താൽ ആ ശാപം കൂടി നമ്മൾ കൈയേക്കണ്ടേ? പിന്നെ അവനെ ചുമ്മാ വിടണോ? കേസ് കഴിഞ്ഞില്ലല്ലോ. നമ്മുടെ ബാരിസ്റ്റർ മേനോൻ ആരാ പുള്ളി? ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെ അവനെ അങ്ങേരെ അകത്തേക്ക് അയച്ചോളും. രാധ പറഞ്ഞതാ ശരി. ചെമ്മീൻ തുള്ളിയാ മുട്ടോളം, അല്ലെങ്കിൽ ചട്ടിയിലെന്ന് പറഞ്ഞതുപോലെ ആ പട്ടി ചേർക്ക് നമ്മ എന്ത് ചെയ്യാനാ? ഹായ് രാധേച്ചി, എപ്പോ വന്നു മിസ്? നീ അങ്ങ് വളർന്നു പോയല്ലോ പെണ്ണെ. അതോർക്കുമ്പോഴാ എനിക്ക് വിഷമം. ഇനി ഇവളെ ഒരുത്തിന് തല കെട്ടി വെക്കണ്ടേ? ലക്ഷങ്ങളാ ചോദിക്കുന്നത്. ശ്രീധനം കൊടുക്കണം. ഒരു മോളല്ലേ ഉള്ളൂ. എവിടെ ജെയിംസ്? അവനൊരു ഫൈനാൻസ് കമ്പനി നടത്തുന്നില്ലേ, അവിടെ അരാപകൻ. എനിക്ക് ജെയിംസിനെ ഒന്ന് കാണണം. എങ്കിൽ പോരെ, ഞാൻ ക്ലബിലേക്ക് ഇറങ്ങിയതാ. വഴിക്ക ചേട്ടന്റെ ഓഫീസ്. വരട്ടെ അങ്കിൾ. ഹലോ ജെയിംസ്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ജെയിംസിനെ കാണാറില്ലെങ്കിലും ഞാൻ വായിക്കാറുണ്ട്. ദിവസവും ഉണ്ടല്ലോ പത്രത്തിൽ നിങ്ങളുടെ ബ്ലേഡ് കമ്പനിയുടെ പരസ്യം. എല്ലാവരുടെയും കൂട്ടത്തിൽ രാധയും ബ്ലേഡ് എന്ന് പറയുന്ന കഷ്ടമാണ്. ഞാനിവിടെ ഡെപ്പോസിറ്റ് വാങ്ങി, ഐ മീൻ എ പ്രൈവറ്റ് ബാങ്കിങ്. സമ്മതിച്ചു സാർ. എനിക്കൊരു സഹായം വേണം. ബൈ ഓൾ മീൻസ് പറയൂ. നിങ്ങളെയൊക്കെ പോലെ കമ്പനി തുടങ്ങാനും ബിസിനസ് നടത്താനും എനിക്ക് കഴിവില്ല. ഞാനൊരു പാവം പെണ്ണാണ്. അച്ഛൻ ഡെപ്പോസിറ്റ് ചെയ്ത കുറച്ച് കാശുണ്ടായിരുന്നു ബാങ്കിൽ. നിങ്ങൾ കൊടുക്കുന്നതിന്റെ പാതി പലിശ പോലും അവിടുന്ന് കിട്ടില്ല. ഞാൻ ആ തുക വിഡ്രോ ചെയ്തു ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ. ജെയിംസിനെ ആവുമ്പോ എനിക്ക് വിശ്വസിക്കാമല്ലോ. ഓഫ് കോഴ്സ്. അപ്പോഴേ ചേട്ടാ, ഈ പാർട്ടിയുടെ കമ്മീഷൻ എനിക്ക് തരണം. കമ്മീഷൻ തരില്ലല്ലേ? എനിക്ക് കാണാം. എന്തോന്ന് കേട്ടോ ചേച്ചി, ഞങ്ങളുടെ ക്ലബിലെ മെമ്പേഴ്സാ ഇവിടുത്തെ മെയിൻ ക്ലയൻസ്. ഒക്കത്തിനും ഞാൻ ക്യാൻവാസ് ചെയ്ത് ചേർത്തതാ. എന്നോട് കളിച്ച നാളെ കണ്ടു. അവരെ കൊണ്ട് കംപ്ലീറ്റ് ഡെപ്പോസിറ്റ് മടക്കി വാങ്ങിച്ച് ഞാൻ ഇവിടെ റൺ നടത്തി. എന്റെ പൊന്ന് പെങ്ങളെയായിരുന്നു, ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു. എന്ത് വേണേ തരാം. അങ്ങനെ വഴിക്കുവാ. നിങ്ങൾ പറ്റുള്ളൂ. ശരി.
ഈ പ്ലാറ്റ്ഫോം ഞങ്ങളുടേതായിരുന്നു. ഷീസ് ജൂലി, എന്റെ ചേട്ടത്തിയമ്മ. Stupid creature, I will teach you. അയാളാണ് വിക്ടർ. നോ ഡിയർ, മരിക്കാൻ കഴിയാത്തതിനെ വെടിവെച്ച് കൊല്ലുക ആണുങ്ങൾക്ക് ചേർന്നല്ല. ഡോണ്ട് ബി സില്ലി. ജൂലി, അവരെങ്ങനെ രാധയുടെ ചേട്ടത്തേമയായി? പാലസ് ഹോട്ടലിലെ ക്ലബ് ഡാൻസർ ആയിരുന്നു ജൂലി. സ്റ്റാർട്ട് ഫാമിലെ ചുമതലക്കായിരുന്ന വിക്ടർ എങ്ങനെയോ ചേട്ടന്റെ വലങ്കൈയായി. വിക്ടറാണ് ചേട്ടനെ ജൂലിയുടെ വലയിൽ വീഴ്ത്തിയത്. ഹി വാസ് മാഡ് ഓഫ് ഹാർ. അച്ഛൻ ആപത്തും എതിർത്തു, കൂട്ടാക്കിയില്ല. അച്ഛൻ മരിച്ചപ്പോൾ ചേട്ടൻ ജൂലിയെ വിവാഹം ചെയ്തു. സ്വതവേ ഒരു ഹാപ്പി ഗോ ലക്കി നേച്ചറായിരുന്നു ചേട്ടൻ്റെത്. ജൂലിയുടെ സ്വാധീനം, വിക്ടറിന്റെ ഒത്താശകൾ, ചേട്ടനൊരു മുഴുക്കുടിയനായി മാറി. ഒന്നിലുമില്ല ഒരു ശ്രദ്ധ. ജൂലിയെ ഒരു കരുവാക്കി വിക്ടർ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. കമ്പനി കാര്യങ്ങൾ ആകെ കുഴഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബാലുവിന്റെ അച്ഛൻ സുബ്രഹ്മണ്യ അയ്യർ ചേട്ടനെ കാണാൻ വന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യത്തിൽ ഡയറക്ടർമാർ കമ്പനിയിൽ പല വിധത്തിലുള്ള തിരിമറികളാണ് നടത്തുന്നത്. കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്ക് നീക്കൊണ്ടിരിക്കുകയാണ്. മാനേജർ എന്ന നിലയിൽ എനിക്ക് പരിധികളുണ്ട്. കൊച്ചു മുതലാളി കമ്പനി കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധ കാണിക്കണം. എന്റെ സ്വാമി, വേ കണ്ടില്ലേ, എന്റെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് സമയം പോരാ. വേ ഇവൻ, ഈ വിക്ടർ, ഇവനുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും. വേ സ്വാമിക്കൊരു ഡ്രിങ്ക് കൊടു. വേണ്ട, ഞാൻ പോകുന്നു. താങ്കളേക്ക് ഓവർ സ്മാർട്ടായിരുന്നു പറഞ്ഞേക്കാം. മേലാലി മാതിരി ഏഷങ്ങളും കംപ്ലൈൻസ് ആയിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ദേവദാസിന് നോക്കാൻ സമയമില്ലെങ്കിൽ ഞാനുണ്ട് ഇവിടെ, വിക്ടർ ഉണ്ട്. തന്നെ ഏൽപ്പിച്ച ജോലി താനങ്ങ് അന്വേഷിച്ചാൽ മതി. അറിഞ്ഞുകൊണ്ട് നാശത്തിന് വളം വെച്ചു കൊടുക്കായിരുന്നു ചേട്ടൻ. ചേട്ടത്തിയമ്മേ, എന്താ ഇത്? വിക്ടറിന് എന്താ ഇവിടെ കാര്യം? അത് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിക്കേണ്ടത് ചേട്ടത്തിയമ്മ തന്നെയാണ്. പക്ഷെ ഇത്, നിങ്ങൾ എന്റെ ചേട്ടന്റെ ഭാര്യയാണ്. പല തവണയായി ഞാനിത് കാണുന്നു. ഇയാൾക്കിവിടെ ഈ സ്വാതന്ത്ര്യം, ഇത് സമ്മതിക്കാൻ പറ്റില്ല. സമ്മതിക്കാനും സമ്മതിക്കാതിരിക്കാനും who the bloody hell are you? തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ ഇവിടുത്തെ ആരാണ്? നിങ്ങളുടെ ഭാര്യയോ അതോ ഇവിടുത്തെ വേലക്കാരിയോ? നിങ്ങളുടെ അനുജത്തിന്റെ തല്ലും തൊഴിയും കൊള്ളാൻ എനിക്ക് വയ്യ. രാധേ, രാധേ, എന്താ? ഞാനിത് മുൻകൂട്ടി കാണണ്ടായിരുന്നു. അച്ഛന്റെ നിന്റെയൊക്കെ ഇഷ്ടത്തിന് വിരുദ്ധമായി നടത്തിയ കല്യാണമല്ലേ ഇത്? അതിന്റെ ചുരുക്കനൊക്കെ അവളോടെ കാണും. ചേട്ടാ വേണ്ട, നിന്നോട് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞാൽ അച്ഛനില്ലാത്ത പാവ അനുജത്തിയെ ഞാനിവിടെ നിറക്കിവിട്ടെന്ന് പറയും. നോ, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. നിങ്ങൾ ഒരുമിച്ച് ഒരിടത്തിനി അത് ശരിയാവില്ല. ഞാൻ മാറി താമസിക്കാം. ചേട്ടാ, ഷട്ട് ഫാമിലുണ്ടല്ലോ ഒരു ബംഗ്ലാവ്, ഞാനും ഇവളും അങ്ങോട്ടേക്ക് മാറാം. അതാ നല്ലത്, അല്ലടാ വിക്ടർ? ഞാൻ ഒറ്റയ്ക്കായി. എന്റെ മനസ്സ് മടുത്തിരിക്കുമ്പോഴാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് അഡ്മിഷൻ കിട്ടിയത്. രക്ഷപ്പെടാനൊരു അവസരമായി കരുതി ഞാൻ സ്റ്റേറ്റ്സിൽ പോയി. പിന്നെ മടങ്ങിയെത്തിയത് ചേട്ടന്റെ കേബിൾ കിട്ടിയപ്പോഴാണ്. ഫ്രം ഹിസ് ഡെത്ത് ബെഡ്. ഞാനവരെ വിശ്വസിച്ചതും സ്നേഹിച്ചതും എല്ലാം തെറ്റായിപ്പോയി. എന്റെ സ്വത്തും പണവും മാത്രമല്ല അവരെന്നിൽ നിന്ന് തട്ടിയെടുത്തത്.
സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ജോലിയും വിട്ടും എനിക്ക് മദ്യത്തിൽ അല്പാൽപമായി വിഷം കലർത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ലോ പോയിസണിങ്. രക്ഷപ്പെടാനാവാത്ത വിധം അതിന്റെ രക്തത്തിൽ കലർന്നുപോയി. എന്നോട് ക്ഷമിക്കൂരാതെ. ചേട്ടനോട് ഞാൻ എന്നേ ക്ഷമിച്ചു. പക്ഷേ എന്റെ ചേട്ടനെ കൊന്നവരോട്, എന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തവരോട്, എന്റെ കമ്പനി നശിപ്പിക്കാൻ കൂട്ടുനിന്നവരോട്, അവരോട് ക്ഷമിക്കാൻ എനിക്കാവില്ല. ഒരിക്കലും. എനിക്കവരോട് പ്രതികാരം ചെയ്യണം. ബാലുവിന് പക വീട്ടാനുള്ളതും അവരോട് തന്നെയാണ്.